ഗസയിലെ ജബാലിയ ക്യാമ്പ് ഇസ്രായേൽ സേന പിടിച്ചെടുത്തുവെന്ന് വാർത്ത വരുന്നു. കൊല്ലപ്പെട്ടവരുടെ എണ്ണം 20,000 കവിഞ്ഞു. ഇസ്രായേൽ ഹമാസ് പോരാട്ടം രൂക്ഷമാകുന്നതിനിടെ ഗസയിലെ ഞെട്ടിക്കുന്ന കാഴ്ചകൾ വിവരിച്ച് BBC ലേഖകനും കുടുംബവും. അപ്പോൾ ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി PP ജെയിംസ് ചേരുന്നു. PP ജെയിംസ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് എസ്കേൻ. ഹായ്. എന്തൊക്കെയാ ജെയിംസേ നമ്മുടെ സംസ്ഥാനത്ത് നടക്കുന്നത്? എപ്പോഴും അന്തർദേശീയമല്ലേ ജെയിംസ് പറയുന്നത്? അതെ, തെരുവിൽ വെല്ലുവിളി, പോരാട്ടം. സംസ്ഥാനത്തെ കാര്യങ്ങൾ ഇവിടെ ലക്ഷക്കണക്കിന് ആൾക്കാർ ഇവിടുന്ന് നാട് വിട്ടു പോവുകയാണ്. ഇവിടെ പ്രതിപക്ഷവും ഭരണപക്ഷവും തമ്മിൽ ചോരക്കളി നടത്തിക്കൊണ്ടിരിക്കുന്നു. ചെറുപ്പക്കാരെ രക്ഷപ്പെടുത്താനോ അല്ലെങ്കിൽ ഈ കേരളത്തെ ഒരു വലിയ ടൂറിസം ഹബ്ബോ അല്ലെങ്കിൽ വലിയൊരു സ്വപ്നഭൂമിയായി മാറ്റാനുള്ള സ്വപ്നങ്ങളൊന്നും നമ്മുടെ രാഷ്ട്രീയ നേതൃത്വത്തിനില്ല. ചെറുപ്പക്കാരെയൊന്നും രാഷ്ട്രീയത്തിൽ കൊണ്ടുവരുന്നില്ല. കഴിവുള്ളവരൊക്കെ നാട് വിട്ടു പോകുന്നു. ഇതാണ് അഡ്രസ്സ് ചെയ്യേണ്ടത്. ഇവിടെ ഈ തരത്തിലൊക്കെ അടിച്ചു നിന്നാൽ എങ്ങനെ ഇരിക്കുക സ്കെയിൻ? സ്വാഭാവികമായിട്ട് 10-35 വർഷത്തെ ബന്ധം കൊണ്ട് ഈ രാഷ്ട്രീയത്തിൽ സംസ്ഥാന രാഷ്ട്രീയം റിപ്പോർട്ട് ചെയ്തുകൊണ്ട് പറയാം, ദയനീയമാണ്, കഷ്ടമാണ്. ഇതുകൊണ്ടൊരു ഗുണമുണ്ടാവും PP ജെയിംസ്? ഇങ്ങനെ തെരുവില് പോരാട്ടവും യുദ്ധവും നടന്നു കഴിഞ്ഞാലേ വിദേശത്തൊക്കെ ഇരിക്കുന്ന ആളുകൾ ജോലിയൊക്കെ കഴിഞ്ഞ് നാട്ടിലേക്ക് മടങ്ങാന്നൊക്കെ ധരിച്ചിരിക്കുന്ന കുറച്ച് ആൾക്കാർ ബാക്കിയുണ്ട്. അവരും കൂടെ അവിടെ അങ്ങ് തുടരും. അതെ 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 അതെ. ഓക്കെ, അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട് ഇതിന്. അതിന് നമ്മുടെ അന്താരാഷ്ട്ര തലത്തിൽ നടക്കുന്ന കാര്യങ്ങളൊന്നും ആരും അറിയുന്നില്ല. ഇനിയിപ്പോ ഗസയിലേക്ക് പോയാലോ? യെസ് എസ്കെൻ, ഗസയിൽ വല്ലാത്ത രീതിയിലേക്ക് യുദ്ധം പോകുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ സൂചനയാണ് കഴിഞ്ഞ 2 മാസം കഴിയുമ്പോൾ 20,000-ലേറെ പേർ കൊല്ലപ്പെട്ടിരിക്കുന്നു എന്ന വാർത്തയാണ്, ഞെട്ടിക്കുന്ന വാർത്തയാണ് നമ്മുടെ മുമ്പിൽ വരുന്നത്. ഒരുപക്ഷെ നേരത്തെ പറഞ്ഞ പോലെ യുക്രൈൻ യുദ്ധത്തിൽ കഴിഞ്ഞ 2 വർഷം കൊണ്ട് കൊല്ലപ്പെട്ടതിനേക്കാൾ കൂടുതൽ ആൾക്കാർ 2-2.5 മാസത്തിനുള്ളിൽ കൊല്ലപ്പെട്ടിരിക്കുന്നു എന്ന വാർത്ത നമ്മളെ വല്ലാതെ വേദനിപ്പിക്കുന്നതാണ്. അതിൽ കുഞ്ഞുങ്ങൾ 8,500-ഓളം കുഞ്ഞുങ്ങൾ കൊല്ലപ്പെട്ടു. സ്ത്രീകൾ 6,000-ലേറെ. ഇവരൊന്നും യുദ്ധത്തിൽ പങ്കെടുക്കുന്നവരല്ല. ഇപ്പോൾ സകലത്ര യുദ്ധമാണ് വടക്കൻ ഗസയിൽ, തെക്കൻ ഗസയിൽ. വടക്കൻ ഗസയിൽ നിന്ന് ഇസ്രായേൽ പറഞ്ഞത് നിങ്ങൾ തെക്കൻ ഗസയിലേക്ക് പോയിക്കോളൂ, ഒരു കുഴപ്പമില്ല. തെക്കൻ ഗസയിലെത്തിയപ്പോൾ അവിടെയും ആക്രമണം, അവിടെയും ആൾക്കാർ കൊല്ലപ്പെടുന്നു. ഖാൻ യൂനിസ് അടക്കം ഉള്ളിടത്ത് ഇസ്രായേലും ഹമാസും തമ്മിൽ ഉഗ്ര പോരാട്ടമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനിടയിൽ അവസാനം പറഞ്ഞത് നിങ്ങൾ ഈജിപ്തിൻ്റെ അതിർത്തിയായ റഫയിലേക്ക് പൊക്കോളൂ, അവിടെ ഒരു പ്രശ്നമില്ല എന്ന് പറഞ്ഞ്. പക്ഷേ റഫയിൽ ഈ മണിക്കൂറുകളിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ 50-ലേറെ പേർ കൊല്ലപ്പെട്ടിരിക്കുന്നു. അപ്പോൾ എവിടെയും രക്ഷയില്ലാത്ത അവസ്ഥയാണെന്ന് മാത്രമല്ല, വടക്കൻ ഗസയിലെ അൽ ജാബിയ എന്ന അഭയാർത്ഥി ക്യാമ്പ് ഇസ്രായേൽ സേന പിടിച്ചെടുത്തിരിക്കുന്നു എന്ന വാർത്തയും ഈ മണിക്കൂറിൽ വരുന്നു. നിരവധി തവണ അവിടെ ബോംബ് ചെയ്തു, 100 കണക്കിന് ആൾക്കാർ കൊല്ലപ്പെട്ടു. ഏതായാലും അവിടെ 10,000-കണക്കിന് അഭയാർത്ഥികളുള്ള സ്ഥലത്താണ് ഇപ്പോൾ ഇസ്രായേൽ സേന അത് വളഞ്ഞു പിടിച്ചിരിക്കുന്നത് എന്ന് മാത്രമല്ല SKN, അവിടെ വലിയ രീതിയിലുള്ള പോരാട്ടം ജബാലിയ ക്യാമ്പിന് അടുത്ത് നടക്കുന്നുണ്ട്. അവിടുത്തെ ആശുപത്രികൾ 2 ആശുപത്രി കൂടിയേ പ്രവർത്തിക്കുന്നുള്ളായിരുന്നു വടക്കൻ ഗസയിൽ. അതുകൂടി ഇസ്രായേൽ സൈന്യം പിടിച്ചെടുത്തിരിക്കുന്നു. അവിടുത്തെ ആൾക്കാരെ മുഴുവൻ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് ഒരുപക്ഷെ നമ്മളെയൊക്കെ ഒരുപക്ഷെ ഞെട്ടിപ്പിക്കുന്ന രീതിയിൽ BBC-യുടെ അറബിക് ലേഖകൻ ജഹദ് മഷ്റാവി രംഗത്ത് വന്നിരിക്കുന്നത്. അദ്ദേഹം ഗസയിൽ താമസിക്കുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ വീടിന് ചുറ്റും ബോംബ് വീഴുകയും പല വീടുകളും തകർന്നപ്പോൾ ഇനി തൻ്റെ വീടിന് നേരെയാണ്, ആ വീട് മാത്രമേ അവിടെ അവശേഷിക്കുന്നുള്ളൂ, അതിന് നേരെ ബോംബ് വീഴും എന്ന് പറഞ്ഞപ്പോൾ കിട്ടിയതെടുത്തുകൊണ്ട് ഓടി രക്ഷപ്പെടുന്ന ഒരു പാലസ്തീനിയുടെ ചിത്രമാണ്. യഥാർത്ഥത്തിൽ അദ്ദേഹം വലിയ മാധ്യമപ്രവർത്തകനാണ്, ക്യാമറമാനാണ്. അദ്ദേഹം പറഞ്ഞതനുസരിച്ച് ഈ ബോംബ് വീഴുന്നതിന് മുമ്പേ 4 കുട്ടികൾ, ആൺകുട്ടികളായിട്ടുള്ള 4 കുട്ടികൾ, ഭാര്യ, വയസ്സായ അച്ഛനമ്മ, സഹോദരങ്ങളെയും കൊണ്ട് ഓടിയ ഒരു ഓട്ടം. വാതിലടയ്ക്കാൻ കഴിഞ്ഞില്ല. ഭക്ഷണം പകുതി പാകം ചെയ്ത് ഭക്ഷണത്തിന്റെ കുട്ടികൾ ബ്രെഡ് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവിടെ നിന്ന് ഓടിയിട്ട് അവർ ചെന്ന് എത്തുന്ന സ്ഥലങ്ങളില് ഡെഡ് ബോഡീസ് കിടക്കുന്നു. യഥാർത്ഥത്തിൽ ഈ റഷ്യ പുറത്തുവിട്ട ഒരു കള്ളക്കഥ കാരണം യുക്രൈനുള്ള സാമ്പത്തിക സഹായം അമേരിക്ക റദ്ദാക്കി എന്ന രീതിയിൽ വാർത്ത വരുന്നു. ഇത് കള്ളക്കഥയായിരുന്നു. എന്തായിരുന്നു ആ കഥ? SKN, ഒരുപക്ഷെ റഷ്യൻ പ്രസിഡന്റ് വ്ളോഡിമിർ സെലൻസ്കിക്ക് നേരെ വന്ന റഷ്യൻ വെബ്സൈറ്റിൽ നിന്നുള്ള ഒരു വലിയ ബ്രഹ്മാസ്ത്രമാണ് യഥാർത്ഥത്തിൽ അമേരിക്കയുടെ സൈനിക സഹായവും സാമ്പത്തിക സഹായവും നഷ്ടപ്പെടുത്താൻ കാര്യമായതെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ തുറന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. കാരണം വ്ളോഡിമിർ സെലൻസ്കി, യുക്രൈൻ്റെ പ്രസിഡന്റ്, 2 ആഡംബര യാനങ്ങൾ വാങ്ങിയെന്നും അതിന് ഒരെണ്ണത്തിന് $11 ലക്ഷം വിലയായെന്നും ഇത് അമേരിക്ക നൽകിയ ധനസഹായം കൊണ്ടാണ് വാങ്ങിയതെന്നും ഉള്ള ആരോപണം വാഷിങ്ടൻ്റെ പേരിൽ റഷ്യൻ വെബ്സൈറ്റ് പുറത്തുവിട്ടു. അപ്പോൾ റഷ്യയിൽ നിന്നാണ് പുറത്തുവിട്ടതെങ്കിലും വാഷിങ്ടണിലെ
ഒരു അമേരിക്കക്കാരൻ പുറത്തുവിട്ട കഥയായിട്ടാണ് പ്രചരിച്ചത്. ഇതേ തുടർന്ന് അമേരിക്കൻ സെനറ്റർമാർ വ്ളാഡിമിർ സെലൻസ്കി വന്നപ്പോൾ ഇക്കാര്യം ചോദ്യം ചെയ്തു. അദ്ദേഹം അത് നിഷേധിച്ചെങ്കിലും പലരും അത് വിശ്വസിച്ചില്ല. ഇപ്പോഴാണ്, ഈ മണിക്കൂറുകളിലാണ് അതിൻ്റെ യഥാർത്ഥ കഥ പുറത്തു വരുന്നത്. ഇത് റഷ്യക്കാരായിട്ടുള്ള ആൾക്കാർ ഈ അമേരിക്കൻ സഹായം നഷ്ടപ്പെടുത്താൻ ഉണ്ടാക്കിയ കഥയാണെന്നും ഇത് സംബന്ധിച്ചുള്ള മുഴുവൻ വിവരങ്ങളും, ഈ 2 യാനങ്ങളും ഇതുവരെ വിറ്റുപോയിട്ടില്ല, അത് സെയിലിനുണ്ട്, അത് ആരും വാങ്ങിച്ചിട്ടില്ല, സെലൻസ്കിയുടെ പേരിലും വാങ്ങിച്ചിട്ടില്ല എന്ന് മാത്രമല്ല അദ്ദേഹം അമേരിക്കയിൽ വന്നു പോയപ്പോൾ വലിയ തുക ചെലവാക്കിക്കൊണ്ട് ബ്രേസ്ലെറ്റും അതുപോലെ തന്നെ ഭാര്യയ്ക്ക് ഇയർ റിങ്സ് ഒക്കെ വാങ്ങിച്ചു എന്നുള്ള ഇതുകൂടി പുറത്തു വന്നു. അതിൻ്റെയും കഥകൾ വന്നിട്ടുണ്ട്. ഒരു തരത്തിൽ അദ്ദേഹം ഒന്നും വാങ്ങിച്ചിട്ടില്ല എന്നുള്ള സ്ഥിരീകരണം വന്നിരിക്കുന്നു. എന്തായാലും അമേരിക്കൻ സെനറ്റർമാർ അവിടെ ഉന്നയിച്ച ഒരു ആരോപണം, ഞങ്ങളൊക്കെ കൊടുക്കുന്ന കാശ് കൊണ്ട് ഇവർ ആഡംബര യാനങ്ങളും ആഭരണങ്ങളൊക്കെ വാങ്ങിക്കൂട്ടുകയാണ്, എന്തിന് സെലൻസ്കിക്കും കൂട്ടർക്കും ഇത് കൊടുക്കണം, ഇത് വോട്ടിനെ സ്വാധീനിച്ചു, ചെറിയ വോട്ടുകൾക്കാണ് അദ്ദേഹത്തിന് എതിരെ ഈ സൈനിക സഹായം കൊടുക്കേണ്ട എന്ന തീരുമാനമുണ്ടായത്. എന്തായാലും റഷ്യ നേരത്തെ ഡൊണാൾഡ് ട്രംപിനെ ജയിപ്പിക്കാൻ വേണ്ടി നടത്തിയ 20 ലക്ഷം മെയിലുകൾ അത് അമേരിക്കൻ വോട്ടർമാരുടെ പേരിലാണ് അയച്ചത്. അത് യഥാർത്ഥത്തിൽ ഹില്ലരി ക്ലിൻ്റനെ പരാജയപ്പെടുത്താൻ സഹായിച്ചു എന്ന പേരിൽ FBI റിപ്പോർട്ട് പുറത്തുവിട്ടിരുന്നു. എന്തായാലും റഷ്യൻ ഇടപെടൽ അമേരിക്കയിൽ സ്വാധീനം ചെലുത്തിയിരിക്കുന്നു. അതാണ് ഇപ്പോൾ ഏറ്റവും വലിയ ചർച്ചാ വിഷയമായിരിക്കുന്നത്. ഒപ്പം തന്നെ അമേരിക്കയിലും വലിയ ചർച്ചയാണ്. ഡൊണാൾഡ് ട്രംപിനെതിരെ കൊളറാഡോ നടത്തിയ വിധി വലിയ ചർച്ചാ വിഷയമായിരിക്കുന്നു. അമേരിക്കൻ സുപ്രീം കോടതിയിൽ കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. അത് സംബന്ധിച്ച് ഇനി ട്രംപിന് മത്സരിക്കണമെങ്കിൽ അമേരിക്കയിലെ സുപ്രീം കോടതി അനുകൂലമായി വിധിക്കണം. സാധ്യത പക്ഷേ ട്രംപിന് അനുകൂലമാണ്. 9 സുപ്രീം കോടതി ജഡ്ജിമാരിൽ 6 പേർ റിപ്പബ്ലിക്കൻ പാർട്ടി നിയമിച്ചവരാണ്, അതിൽ 3 പേര് ട്രംപ് നിയമിച്ചവരാണ്. അതുകൊണ്ട് തന്നെ ട്രംപിന് അനുകൂലമായിട്ട് വിധി വന്നേക്കാം. ട്രംപാണ് മുന്നിട്ട് നിൽക്കുന്നത്. ജോ ബൈഡന് അനുകൂലമായിട്ടുള്ള ജനപ്രീതി കുറയുകയാണ് എന്നുള്ള വാർത്ത കൂടി വരുന്ന SKN. അതുകൊണ്ട് തന്നെ ജോ ബൈഡൻ മത്സരിക്കുന്നതിനെതിരെ, അദ്ദേഹത്തിന് 81 വയസ്സായി, ഏറ്റവും പ്രായം കൂടിയ പ്രസിഡന്റാണ്, അദ്ദേഹം മാറി നിൽക്കണമെന്ന വാദം ഡെമോക്രാറ്റിക് പാർട്ടിയിൽ ശക്തമായിരിക്കുകയാണ്. SKN. വിവേക് ജെയിംസ്, ഒരു കാര്യം കൂടി, സൗരയൂഥത്തിന് പുറത്ത് 17 അന്യ ഗ്രഹങ്ങളിൽ ജലാംശത്തിന്റെ സാധ്യതയുണ്ടെന്ന നാസയുടെ വെളിപ്പെടുത്തൽ, അത് വലിയ കൗതുകം നിറഞ്ഞ വാർത്തയാണല്ലോ. അതിന്റെ വിശദാംശങ്ങൾ പെട്ടെന്ന് പറഞ്ഞാൽ. SKN, ഒരുപക്ഷെ ലോകത്തിലെ ഏറ്റവും വലിയ ടെലസ്കോപ്പ്, ജെയിംസ് വെബ് ടെലസ്കോപ്പ്, 2 ഫുട്ബോൾ കോർട്ടിന്റെ വലിപ്പമുള്ള ടെലസ്കോപ്പ്, 15 ലക്ഷം കിലോമീറ്റർ നിന്നുകൊണ്ട് ഭൂലോകത്തിന്റെയും സൗരയൂഥത്തിന്റെയും പുറത്തൊക്കെയുള്ള രഹസ്യങ്ങൾ ചോർത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ വരുന്ന ഒരു വലിയ രഹസ്യമാണ് 17 അന്യഗ്രഹങ്ങളിൽ, സൗരയൂഥത്തിന് പുറത്തുള്ള ഗ്രഹങ്ങളിൽ ജലം, ദ്രവജലം, സോളിഡ് ആയിട്ട് അല്ലെങ്കിൽ ഐസ് പോലെ ജലമുണ്ടെന്ന വാർത്ത നാസ പുറത്തുവിട്ടിരിക്കുന്നു. അതിൽ സ്വാഭാവികമായിട്ട് ജലമുണ്ടെങ്കിൽ അവിടെ ജീവനുണ്ടാവും. അതുകൊണ്ട് അന്യഗ്രഹങ്ങളിൽ ജീവനുണ്ടെന്നുള്ള ഒരു തിയറി നാസ അവതരിപ്പിച്ചിരിക്കുകയാണ്. ഇത് സംബന്ധിച്ച് അനുകൂലവും പ്രതികൂലവുമായിട്ടുള്ളത് നടക്കുന്നു. അന്യഗ്രഹ ജീവികളെ അമേരിക്ക തടവിലിട്ട് പാർപ്പിച്ചിരിക്കുന്നു എന്നൊരു വാർത്ത ഒരിടയ്ക്ക് വലിയ ഇത് ചെലുത്തിയിരുന്നു. അത് അതിൻ്റെ ഇൻ്റലിജൻസിൽപ്പെട്ട വിഭാഗക്കാർ തന്നെയാണ് പുറത്തുവിട്ടത്. പക്ഷേ അമേരിക്കൻ കോൺഗ്രസ് അത് തള്ളിപ്പറഞ്ഞു. എന്തായാലും അന്യഗ്രഹ ജീവികളെക്കുറിച്ചുള്ള ചർച്ചകൾ അതീവ ശക്തമായിട്ട് മുന്നോട്ട് വരികയാണ്. ഒരുപക്ഷെ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൗതുകരമായ കാര്യമാണ്. ഒരുപക്ഷെ അന്യഗ്രഹ ജീവികൾ ഉണ്ടെന്ന് കണ്ടെത്തിയാൽ ഒരുപക്ഷെ ഈ സമീപകാലത്തിലെ എല്ലാ കാലത്തെയും ഏറ്റവും വലിയ വാർത്തയായിരിക്കും. ഭൂമിക്ക് പുറത്ത് ജീവനുണ്ട് എന്നൊരു വാർത്ത കണ്ടെത്തുക എന്നുള്ളതായിരിക്കും ഒരുപക്ഷെ മനുഷ്യലോകം കാത്തിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. SKN. ഓക്കെ, താങ്ക് യു പി ജെയിംസ്. വിനോദ് തോമസിന്റെ ഒരു യൂട്യൂബ് സന്ദേശം അദ്ദേഹം പറയുന്നത്, വിദേശ വാർത്തകളും ഇനി പി ജെയിംസിനെ നാളെ കാണാം. ഓക്കെ, താങ്ക് യു. പറയാൻ വിട്ടുപോയി.